മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ 2 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. മഞ്ചേരിയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിവിധങ്ങളായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുവാനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എത്തിയപ്പോഴായിരുന്നു ജീവനക്കാർ മന്ത്രിയോട് നേരിട്ട് ശമ്പളം ചോദിക്കാനെത്തിയത്. കഴിഞ്ഞ 2 മാസമായിട്ട് തങ്ങൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല എന്നും ഓണക്കാലമായതിനാൽ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാൻ, അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങിക്കുവാൻ 5 പൈസ പോലും തങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ജീവനക്കാർ ശമ്പളം ചോദിച്ചെത്തിയത്. HDCക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റൻറ്റുമാർ, എക്സ്റേ ടെക്നീഷ്യന്മാർ, ശുചീകരണ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരാണ് മന്ത്രിയോട് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞെത്തിയത്. വേഗത്തിൽ പോകുവാൻ മന്ത്രി ഒരുങ്ങിയതോടുകൂടി മന്ത്രിയെ കാണണമെന്നാവശ്യവുമായി ജീവനക്കാർ ബഹളം വച്ചിരുന്നു. ജീവനക്കാർ സംഘം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ KK അനിൽരാജിൻ്റെ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന കരാർ ജീവനക്കാർക്കെതിരെ മഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രീമതി വീണ ജോർജിനെതിരെ പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. കൂടാതെ പ്രതിപക്ഷവും ശ്രീമതി വീണ ജോർജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യത്തിന് ഉപകരണങ്ങളില്ല, ജോലിക്കാരില്ല എന്നെല്ലാം പറഞ്ഞ് രംഗത്ത് വന്നിരുന്ന ഡോക്ടർ ഹാരിസിനെതിരെയും പ്രതികാര നടപടികളുമായി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. ജനരോഷത്തെ തുടർന്ന് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടികളിൽ നിന്ന് ഇവർ പിന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ കരാർ ജീവനക്കാർക്കെതിരെയാണ് വീണ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങൾ കൊടുക്കുന്ന 18% നികുതിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മന്ത്രിക്ക് എന്തുകൊണ്ട് കരാർ ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളം കിട്ടാത്ത കരാർ ജീവനക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും തയ്യാറാകാത്തത് എന്താണ് എന്നാണ് തനിനാടൻ ന്യൂസിന് ചോദിക്കുവാനുള്ളത്.